കുഞ്ഞി കുഞ്ഞി ഒന്ന് എഴുന്നേക്കടി, ഈ പെണ്ണിനെയും കൊണ്ട്. എന്നതാ എൻ്റെ അന്നമ്മേ? എൻ്റെ പൊന്നിച്ചായ, അവൾക്ക് 9 മണിക്ക് ക്ലാസ് തുടങ്ങണല്ലേ, ഇതുവരെ ആ പെണ്ണ് എഴുന്നേറ്റിട്ടില്ല. എൻ്റെ പൊന്നെ, നീ ദേഷ്യപ്പെടല്ലേ, അവള് വന്നോളൂ. നീ കുഞ്ഞൂസേ എഴുന്നേറ്റേ, അമ്മ വിളിക്കണ്ട കേട്ടോ. സമയം എത്ര? എട്ടരയോ? അയ്യോ. तू अगर मेरी ये हवाएं तेरी, तू अगर मेरी सारी राहें तेरी, तू अगर मेरी मैं हूँ तेरा. പുള്ളി എഴുന്നേറ്റോ നോക്കട്ടെ. അയ്യോ ഞാനും പോട്ടെ. എന്റെ യൂണിഫോം, അയ്യോ എന്ത് അമ്മേ, എന്റെ നാട്ട്. കുഞ്ഞ് നീ എങ്ങോട്ട് തീർത്ത് പിടിച്ച്? മമ്മി സമീര പോവാ. കുഞ്ഞൂസേ എന്തെങ്കിലും കഴിച്ചിട്ട് പോടി. എന്റെ പൊന്നു പപ്പയെ സമയമില്ല, പോട്ടെട്ടോ. ബൈ, ലവ് യു. ഇറങ്ങി കാണോ? കാണില്ലല്ലോ. ആ കുഞ്ഞ് ഇന്നത് നേരത്തെ ആണോ? അല്ല, ബസ് പോവാൻ സമയമായിട്ടുണ്ട്, അപ്പൊ ഞാൻ വെക്കുന്ന പോവാന്ന് ഓർത്തു. ആണോ? ആ ഇത് ആരിത്? കുഞ്ഞൂസോ? അല്ല, അബ്രഹാം അങ്കിൾ. ഇത് എവിടെയാ, കാണാനില്ലല്ലോ. ഭയങ്കര ബിസിയാണോ? കുഞ്ഞി, നിനക്ക് പഠിക്കാനൊക്കെ എങ്ങനെയുണ്ട്? ഓ വലിയ ബോറാ. നീ ഇപ്പോഴും പണ്ടത്തെ പോലെ മാർക്കൊക്കെ കുറവ് തന്നെയാണോ മേടിക്കണേ? അത് പിന്നെ ഞാൻ ശ്രമിക്കാത്തോണ്ടല്ല ആൻറ്റി, ഞാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്റെ കഴിവുകൾ ടീച്ചർമാർ അർഹിക്കുന്നില്ല. നീ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്, അതെന്നോട് ജെയിംസ് പറയാറുണ്ട്. അത് പിന്നെ പപ്പ അങ്ങനെയൊക്കെ പറയും, നിങ്ങളത് മൈൻഡ് ചെയ്യണ്ട. എന്നാ ഞാൻ പോട്ടെ കേട്ടോ, സമയം. നിക്ക് കുഞ്ഞി, വെയിറ്റ് ചെയ്യ. കിച്ചു ഇറങ്ങണ സമയമായിട്ടുള്ളൂ. അങ്ങനെ അവൻ്റെ കൂടെ നടന്നു പോക്കോ. അവനെന്തായാലും ബസ്സിനല്ലേ പോണേ. അത് വേണ്ട ആൻറ്റി, അത് കുഴപ്പമില്ല, ഞാൻ തന്നെ നോക്കോളാം. ആ എന്താടി, അവനെന്തായാലും നിന്റെ സ്കൂളിലോട്ട് തന്നെയല്ലേ പോണേ, നിനക്ക് അവൻ്റെ ഒപ്പം പോക്കൂടെ? അല്ല അത് പിന്നെ നീ വെയിറ്റ് ചെയ്യേ. കിച്ചു മോനെ, കിച്ചു. ആ ദേ വന്നു പപ്പ. കിച്ചു, എൻ്റെ പൊന്നു പപ്പ, ഞാൻ പപ്പനോട് പറഞ്ഞിട്ടുണ്ട് എന്നെ കിച്ചു എന്ന് വിളിക്കരുതെന്ന്. എനിക്കൊരു പേരില്ലേ, ജസ്റ്റിൻ എന്ന് വിളിച്ചോ. ഓ നീ ഇപ്പൊ ജസ്റ്റിൻ ആയാലും കിച്ചു അല്ലേ, നീ നമ്മുടെ കിച്ചു തന്നെയല്ലേ? ദൈവം ഉണരുകിരേ ഉന്തന്നരുകിനിലേ എന്നെ ഉണരുകിരേ ഉന്മുഖം താണ്ടി മനസ്സെன்ற உன்னை பார்த்ததால் உன் இதயத்தின் நிறம் பார்த்ததால் എടാ കുഞ്ഞിയുടെ ഒപ്പം പൊക്കോ, അവള് ഒറ്റയ്ക്കാ പോണേ. ആ ഓക്കെ. എന്തെങ്കിലും ചോദിക്കണം, ചോദിക്കും.
ചോദിക്കടി, ക്ലാസ് എങ്ങനെയാണെന്ന് ചോദിക്ക്, എന്തെങ്കിലും ചോദിക്ക്. ഇത്ര നല്ല ചാൻസ് വേറെ കിട്ടില്ല കേട്ടോ. ഇനാ ചോദിക്കിനാ. എനിക്ക് പേടിയാ എൻ്റെ പൊന്നിനാ ചോദിക്കുന്നേ, എനിക്ക് പേടിയാണ്. ക്ലാസ്സൊക്കെ എങ്ങനെയുണ്ട്? ഏ ചെവി കേൾക്കില്ലേ? ക്ലാസ്സൊക്കെ എങ്ങനെയുണ്ടെന്ന്? ആ അതൊന്നും കുഴപ്പമില്ല. അയാൾ നിങ്ങളോട് ചോദിച്ചു, വേറെന്തെങ്കിലും ചോദിക്കേ. അത് പിന്നെ അതെ, ഇയാളുടെ കാലിൽ എന്താ നീളം? ഇയാൾക്ക് പതുക്കെ നടന്നൂടെ? ഒപ്പം എത്തണമില്ല. അയ്യോ ഞാൻ ഇവിടുന്ന് പൊക്കോളാം. എന്താ? സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇയാളുടെ ഫാൻ ഗേൾസൊക്കെ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഇനി അതാവും. അത് വേണ്ട, ഞാൻ പോവാണേ. ബൈ. ഓ കുഞ്ഞി, എന്തായത് കുഞ്ഞി, നീ ജസ്റ്റിൻ്റെ ഒപ്പം വന്നേ? ആടി അതുണ്ടല്ലോ, ആ ആൻറ്റി അങ്കിളും കൂടി. എന്നാലും നിനക്ക് നിന്റെ ചൈൽഡ്ഹുഡ് ക്രഷിൻ്റെ ഒപ്പം വരാൻ പറ്റിയില്ലേ? ജെയിനി, അത് വീഴടി. നാളെ വരുന്നുണ്ട്. നീ ഇനി എന്ന് പറയാനാ വേണ്ടേ? അതൊന്നും പറയണ്ട. ആ എന്നിട്ട് നോക്കിക്കോ, വല്ല ചുള്ളത്തി പെമ്പിളൊരു നിന്റെ ഇച്ചേനെ അടിച്ചുകൊണ്ട് പോകും. ജെയിനി, ആ എന്നാ പോയി പറയാൻ നോക്ക്. അതൊക്കെ പറ, നീ വന്നേ. എല്ലാ ദിവസത്തെ പരിപാടി തന്നെ ആയിരിക്കും. വാ, ആരെങ്കിലും ഉണ്ടോ നോക്കട്ടോ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ വച്ചോ. ലോക്കർ 307 301. ഓക്കെ. കർത്താവേ, ജസ്റ്റിന് ചെയ്ത് വായിച്ച് ഞാനത് കണ്ടുപിടിക്കല്ലേ. നീ എല്ലാ ദിവസവും ഇങ്ങനെ ഓരോ കത്ത് എഴുതി ഇട്ട് കഴിഞ്ഞിട്ട് എന്ത് കിട്ടാനാടി? എടി, വൺ സൈഡ് ലവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാടി. അത് നിനക്കറിയില്ല. ആ അത് ഭയങ്കര രസമാണ്. വേറൊരുത്തത് അടിച്ചുകൊണ്ട് പോകുമ്പോൾ അതിലും വലിയ രസമാണ് കണ്ടുകൊണ്ടിരിക്കാൻ. ജെനി, ആ ഓക്കെ നീ പറ. എടി, എനിക്ക് പറയാൻ പേടിയാ. അല്ല, നിങ്ങൾ തമ്മിൽ കുഞ്ഞിൽ തൊട്ടറിയാവുന്നില്ലേ? കുഞ്ഞിൽ തൊട്ടൊക്കെ അറിയാം. ബട്ട് ഇച്ചായനൊരു 10-12 വയസ്സായപ്പോഴത്തേക്കും വലിയയുടെ പുറത്ത് പോയി കളിക്കാൻ തുടങ്ങി. അപ്പം തൊട്ട് ഞങ്ങളുടെ തമ്മിലുള്ള ആ കൂട്ടങ്ങ് പോയി. പിന്നെ അങ്ങ് മിണ്ടാറില്ല. പിന്നെ അങ്ങനെയായി. പണ്ടൊക്കെ ഇച്ചായൻ്റെ എൻ്റെ ജനലിൻ്റെ അവിടെ നിന്ന് ഇച്ചായൻ്റെ റൂം കാണാമായിരുന്നു. ഇപ്പം അതും കാണാൻ പറ്റില്ല. എന്താടി? ഇപ്പം പുള്ളി ആ ജനൽ അടച്ചു വെച്ചേക്കുക. അന്ന് അടച്ചതാ. ഇപ്പം ഇതുവരെ തുറക്കാം. ഞാൻ എന്നും തുറന്ന് നോക്കും. എവിടെ നിന്ന്? പേടിക്കണ്ടടി, നിനക്കുള്ളതാണ് നിനക്ക് തന്നെ കിട്ടും. ഞാൻ ഫുൾ സപ്പോർട്ടല്ലേ. അത് തന്നെ എൻ്റെ ഒരു ആശ്വാസം. വാ, ക്ലാസ്സിൽ വാ. നീ എവിടെയായിരുന്നൂടാ? എങ്ങോടെ ധൃതിയും പിടിച്ച് ലോക്കറിലോട്ട്? അത് നിനക്ക് മനസ്സിലായില്ലേ കെവിനെ? പുള്ളിയുടെ ആ കാമുകിനെ തപ്പി ആ കാമുകിയുടെ ലെറ്ററിന് വേണ്ടി നോക്കി നിൽക്കണേ. ജിമിനെ, ഞാൻ പറഞ്ഞത് സത്യമല്ലേ? എല്ലാ ദിവസവും നീ വന്ന് നോക്കും ആ കത്തുണ്ടോന്ന്. എന്നാ പെങ്കൊച്ചിനെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞല്ലോ. നിനക്കതിന് പറ്റില്ല. എനിക്കാ അവളെ കണ്ടൊന്നും പിടിക്കണ്ട.
പിന്നെ എന്തിനാ നീ എല്ലാ ദിവസവും വന്നില്ല ഇത്ര നോക്കണേ? എനിക്ക് നോക്കിക്കൂടെ? എന്തൊക്കെയല്ല നീ കണ്ടുപിടിക്കുള്ളൂ, ഞങ്ങളൊരു ദിവസം കണ്ടുപിടിക്കും. കണ്ടോ? നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. വന്നേ ക്ലാസ്സിൽ പോവാം. ഇപ്പം തന്നെ ആ സാറ് വരും. അത് പറയുമ്പോൾ അവനെ ടോപ്പിക്ക് മാറ്റാനുണ്ടോ? ഞങ്ങൾക്കെല്ലാം മനസ്സിലാവേണ്ടട്ടോടാ ജസ്റ്റിന്. എട്ട് പൊന്നെ ജെനി, എന്തിനാ ഈ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ കിടന്ന് കാറണ? എൻ്റെ പൊന്നു, കൂടെ തന്നെ ഏറ്റവും ഹാൻസം ആയിട്ടുള്ള 3 പേരല്ല നടന്നു തന്നെ. അല്ല നടുക്ക് തന്നെയാണ് നിനക്ക് പ്രത്യേകിച്ച് അറിയായിരിക്കും ജെനി. പുള്ളിയുടെ ഫാൻ ഗേൾസ് ഒക്കെ പുള്ളിനെ ചുറ്റാണ്ടിരിക്കുകയാണെങ്കിൽ നീ ശ്രദ്ധിച്ചോ. അയ്യോ കണ്ടു, പാടി പാടി ഓടിപ്പോ പാടി. അതെ ജിമിനെ, എന്താ നിൻ്റെ പ്ലാൻ? എൻ്റെ പ്ലാൻ ഇപ്പോൾ ഇതെങ്ങനെ കഴിച്ച് തീർക്കും എന്നതാണ്. അതല്ലടാ പൊട്ടാ, ഇവൻ്റെ ആളെ കണ്ടുപിടിക്കണ്ടേ? ഓ അതിപ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എടാ എൻ്റെ കയ്യിൽ ഒരു നല്ല ഐഡിയ ഉണ്ട്. എന്താ, നമുക്ക് പുള്ളിക്കാരുടെ കയ്യേശ്വരം വെച്ച് കണ്ടുപിടിക്കാൻ പാടില്ലേ? എൻ്റെ പൊന്ന്, ഈ സ്കൂളിൽ 10-12 ഡിവിഷനുണ്ട്. അതിൽ ഏത് കീർത്തപ്പാണ് നമ്മൾ? എന്തായാലും നമ്മളല്ലേ സീനിയേഴ്സ്, അപ്പം നമ്മുടെ ജൂനിയർ ആരെങ്കിലും ആയിരിക്കും, അത് ഉറപ്പാണ്. കാരണം നമ്മുടെ ക്ലാസ്സിലുള്ളവരെ കൈശ്വരൊക്കെ ഞാൻ തപ്പി നോക്കിയായിരുന്നു, അതൊന്നുമല്ല. അപ്പം നമ്മുടെ ജൂനിയേഴ്സ് ആരെങ്കിലും കൈശ്വരം തപ്പിയാൽ മതി. അതുപോലെ തന്നെ ഇന്ന് മൈക്കിൾ സാറ് പറഞ്ഞ കേട്ടതാണ്, 11 അസൈൻമെൻറ്റ്സ് ഒക്കെ എടുത്തുകൊണ്ട് വരാൻ നമ്മുടെ ക്ലാസ്സിലെ ആരവിനോട് പറഞ്ഞ കേട്ടതാണ്. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചിട്ട് നമുക്ക് പോയി എടുത്ത് തപ്പി കണ്ടുപിടിച്ചാലോ? എങ്ങനെയുണ്ടാ പ്ലാൻ? ആ പ്ലാൻ കൊള്ളാം, പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളാണ്, അതില്ലെങ്കിലോ? എടാ നിങ്ങളിങ്ങനെ നെഗറ്റീവ് വിചാരിക്കല്ലേ, എല്ലാം പോസിറ്റീവായിട്ട് എടുക്കും. എന്നെ പോലെ ഒരുപാട് പോസിറ്റീവ് മോൻ എടുക്കണ്ട കേട്ടോ. എന്തൊക്കെയായാലും വാ, നമുക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടെന്ന് നോക്കാം. അതുപോലെ തന്നെ നമുക്ക് ജൂനിയേഴ്സിൻ്റെ ക്ലാസ്സിൽ പോയി നാളത്തെ സ്പോർട്സ് ഡേയുടെ കാര്യമൊന്നും പറയണം. മന്നൂടാ. കുഞ്ഞൂസേ, എന്താ അങ്കിൾ? ജസ്റ്റിനെ കണ്ടോ? ജസ്റ്റിൻ അവിടെ സ്കൂളിൽ പ്രാക്ടീസിന് നിൽക്കുക. സ്പോർട്സും കണ്ടു വരാറില്ലേ, അപ്പോൾ ഫുട്ബോൾ ടീമിൻ്റെ പ്രാക്ടീസിന് നിൽക്കുന്നു. അപ്പം നീ പോന്നു? ഞാൻ പോന്നു. എന്നാ മോളിങ്ങോട്ട് വന്നേ. എന്താ അങ്കിൾ? അകത്തേ മരിയ നല്ല നല്ല വൈറ്റ് ചോക്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. നിനക്ക് ഭയങ്കര ഇഷ്ടമല്ലേ? പോയി കഴിച്ചു വെച്ചല്ലേ? എടി പതുക്കെ പോടി. അതൊന്നും കുഴപ്പമില്ല. ഇതാരത്? ഞാൻ ഓർത്തോളൂ ഒന്ന് വിളിക്കണമെന്ന്. അങ്കിള് പറഞ്ഞു. എവിടെ സാധനം? എന്നാ തിന്നെ. അല്ലെങ്കിൽ ഇവിടെ കയറിയിരുന്നത് തിന്നാൻ ഭയങ്കര രസമാണ്. ആണോ? എന്നെ ടേസ്റ്റ് എന്നറിയോ ആൻറ്റി ഉണ്ടാക്കണ വൈറ്റ് ചോക്ലേറ്റിന്? നീ എന്നിങ്ങനെ പൊക്കൊന്നും വേണ്ട. സൂപ്പർ, എന്ത് ടേസ്റ്റാ. ആൻറ്റി എന്നെ കൂടെ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു തരുമോ? നീ പോരടി, ഞാൻ പഠിപ്പിച്ചു തരാം. പിന്നെ വേറെന്താ സ്കൂളിലൊക്കെ വിശേഷം? സ്കൂളിൽ എന്താ വിശേഷം? ജസ്റ്റിൻ എങ്ങനെയുണ്ടടി? ജസ്റ്റിനോ?
ജസ്റ്റിൻ ഞങ്ങളുടെ സീനിയറല്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ സംസാരിക്കാറൊന്നുമില്ല. നീ സംസാരിക്കാറൊന്നുമില്ല ജസ്റ്റിനായിട്ട്? ഇല്ല. അവന് വല്ല ഗേൾ ഫ്രണ്ട്സും ഉണ്ടോ? ഗേൾ ഫ്രണ്ട് അങ്ങനെയൊന്നും ഇല്ല ആൻറ്റി, ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തൊക്കെയായാലും 19-20 വയസ്സാവാറല്ലേ ഇതിന്. അതിനൊരു ഗേൾ ഫ്രണ്ടൊക്കെ ആയെന്ന് വെച്ചാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതെ ആൻറ്റി, ഈ വൈറ്റ് ചോക്ലേറ്റ്സൊക്കെ ആർക്കാ? അതോ, അത് ജസ്റ്റിനും ഇവിടെ അങ്കിളിനും വേണ്ടി ഉണ്ടാക്കിയതാ ഞാൻ. ആ എന്തേ? ഒന്നുമില്ല. നീ വന്നോ? ഇവളെന്താ ഇവിടെ? അയ്യോ, നേരെ നിൽക്കാം. അവൾക്ക് തന്നെ ഇവിടെ വരാൻ പാടില്ലേ? നാളെ ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, നീ വാ. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. എന്നാ ആൻറ്റി ഞാൻ പോവാ. എത്രടുന്ന് പോവാ? ആ, വീട്ടിലേക്ക് ഞാൻ കയറാണ്ടല്ലേ വന്നേ, അമ്മ അന്വേഷിക്കണ്ടാവും. എന്നാ ചെല്ല്, അന്നെ അവിടെ വേവലാതി പിടിച്ചിരിക്കണ്ടാവും. അതെ പിന്നെ ആൻറ്റി, എന്താടി? അത് പിന്നെ ഇതുണ്ടല്ലോ, എതിർത്ത് പോവാട്ടെ. എടി എടി, അതാണ് വച്ചിട്ട് പോടി. എന്റെ പൊന്നു പെണ്ണെ, ഇങ്ങനെ ഒരു ചോക്ലേറ്റ് ഭ്രാന്തി. എൻ്റെ പൊന്നു കിച്ചു സാറേ, സാറിന് വല്ല പറയണോ ഇങ്ങനെ ഫുട്ബോൾ കളിച്ച് നടന്നാൽ പോലെ? ഈ പാവം ലെറ്റർ എഴുതുന്നത് ആരറിയും? എന്നാലും ഞാനൊരു ദിവസം പറയും, അത് ഉറപ്പാ. എന്നാലും നിങ്ങൾ ഭയങ്കരമായിട്ട് മാറിപ്പോയിട്ട്, ഞാൻ പണ്ട് കണ്ട ആളേ അല്ല. ഭയങ്കര ഡിഫറൻസ്. സാരല്ല, ഞാൻ മാറ്റിയെടുത്തോളാം. ഇന്നെ പ്ലീസ് ഡി, ഇന്നെ പ്ലീസ് ഡി. എന്താ ജനി, എനിക്ക് പറ്റില്ലാടി. എന്തോടി ഇത്? പോകണം മതി ലാസ്റ്റ്. ജനി, ഇത് ലാസ്റ്റ് അസൈൻമെന്റ് ആട്ടോ, ഇനി ഞാൻ എഴുതൂല കേട്ടോ. എന്റെ പൊന്നല്ലോടി, ഏതടി? പൊന്നൊക്കെയാ, എന്തെങ്കിലും എനിക്ക് മേടിച്ചു തരാം. അതൊക്കെ ഞാൻ മേടിച്ചു തരാന്നേ. എന്നാ താ, പേപ്പർ താ, ഞാൻ എഴുതി തരാം. താങ്ക് യൂടി ജനി, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ലാസ്റ്റും നിന്റെ മേളിലൊരു നടുക്കായിട്ട് വച്ചേക്കണേ, കാരണം ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ കയ്യേശനും പിടിച്ചാലോ എന്ന് ഓർത്ത്. ഓ താങ്ക് യൂടി, നീ ആടി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. അതെപ്പോഴും ഓർത്താൽ മതി. എന്നാ നമുക്ക് ക്യാൻറ്റീനിൽ പോയി എന്തെങ്കിലും കഴിക്കാം. വാ. എടാ, ആരവ് 11 പേപ്പർ എടുക്കാൻ പോകണമെന്ന് പറഞ്ഞാട്ടെ, അസൈൻമെൻറ്റ് പേപ്പർ ആണോ? എന്നാൽ നമുക്ക് പോയി തപ്പിയാലോ? എൻ്റെ പൊന്ന് കെവിനെ ജിമിനെ, നിങ്ങൾ ഈ വേണ്ടാത്ത പണിയൊന്നും ചെയ്യണ്ട. നിനക്ക് വേണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേണം. ഞങ്ങൾ നൻപുണ്ടാ നൻപൻ. എൻ്റെ നൻപന് വേണ്ടി ഞാൻ ഉയിര് പോലും കൊടുക്കും. അതെവിടെ നിന്ന്? തമ്മിൽ പിണങ്ങിപ്പോ മതി, നിർത്ത്. ഓക്കെ ബക്കമോൺ ഫോളോ മീ. ഇത് എവിടെയെങ്കിലും ചെന്ന് അവസാനിക്കും, അതുറപ്പാണ്. ഇതല്ലേ ആരവേ, ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം മൈക്കിൾ സാറിൻ്റെ അടുത്തോട്ട്. നീ പൊക്കോ. എടാ, മൈക്കിൾ സാറിൻ്റെ അടുത്ത് തന്നെ എത്തിക്കണേ. അത് നീ പേടിക്കണ്ട, ഞങ്ങൾ ഏറ്റു. പോടാ, വാട എടുക്ക്. എടാ നോക്ക്, എടാ ലെറ്റർ കൊടുത്തേ ഓർണം. എടാ ഇതൊക്കെ വേണ്ട കാര്യമാണ്, എടുക്കടാ ജസ്റ്റിനെ നീ. എന്നാ ഇതല്ല. ഓ ഇത്, എടാ ഇതല്ലേ? സെയിം ഹാൻഡ് റൈറ്റിങ്. ശരിയാണ് ജിമിനെ, സെയിം ഹാൻഡ് റൈറ്റിങ്. ഇത് ആരുടെ പേപ്പറാ? ജെനി മരിയ. എടാ ഇത് മറ്റേ 11 അവളല്ലേ? ഏത്? എടാ ഇവളുടെ വീടിൻ്റെ അടുത്തുള്ള ഇനയോടൊപ്പം നടക്കണ അവളാണ് ഇത്ര നാൾ ഇവന് വേണ്ടി കത്തിയത്. എന്താണ് ജസ്റ്റിനെ മുഖത്തൊക്കെ ഒരു ചിരി? പോടാ. അപ്പം മോനെ ഇഷ്ടമായിരുന്നു അല്ലേ? ഒന്ന് പോടാ, ഞങ്ങൾ പൊക്കിക്കോളാം. എൻ്റെ പൊന്നിനെ നീ ഒന്ന് വെക്കി ആരും മഞ്ഞില്ലെന്ന്. എടി എനിക്ക് പേടിയാ. അപ്പം ഇത്ര ദിവസം ഇല്ലായിരുന്നില്ല പേടി. ഇന്ന് കാണിക്കും, ഞാൻ വയ്ക്കാം. അവൾ പേടി പിടിച്ചോണ്ട് വന്നേക്കോ.
എന്തിനാണ് ജസ്റ്റിന് ഇന്ന് രാവിലെ തന്നെ സ്കൂളിലോട്ട് പോകുന്നത്? നിനക്ക് എന്തുവാടാ ജസ്റ്റിന്? ഞാൻ മഴയ്ക്ക് ഉറങ്ങി പോലുമില്ല, മഴയ്ക്ക് നടക്കലുണ്ട്. എടാ നിക്ക് എടാ, അത് നിന്റെ ലോക്കറിന് മുമ്പിലല്ലേ? അതേലോ. എടാ അത് ജെനിയല്ലേ? എടാ കൺഫേം അവൾ തന്നെയാണ് നിനക്ക് ലെറ്റർ ചെയ്തണേ. എടാ മോനെ, കോളടിച്ചല്ല, ചെലവുണ്ട്. എന്തിന്? നിനക്ക് നിന്റെ ആളെ കിട്ടിയില്ല ഞങ്ങൾ കാരണം. അല്ലെങ്കിൽ ഞാൻ കണ്ടുപിടിക്കാറുണ്ട്. ഇനി നീ അങ്ങനെ പറടാ. ഇത്രയും സഹായം ചെയ്തു തന്നിട്ട് അവനൊരു നന്ദി. എവിടെ നിന്ന്? എനിക്കൊരു പപ്സ് ലൈവ് മതിടാ. അതേ പറയുന്നത് എനിക്കറിയാം. വാ നടക്ക്. എടാ ഇനി എന്നാടാ നിന്റെ പ്ലാൻ? എന്നാ പ്ലാൻ? എടാ നിന്റെ ആളെ കിട്ടിയ സ്ഥിതിക്ക് നിനക്ക് അവളോട് എന്തെങ്കിലും പറഞ്ഞുകൂടെടാ? ഞാൻ നോക്കട്ടെ, ആലോചിക്കട്ടെ. ജെനി എന്നോട് ഇവിടെ ഇരിക്കാനാലോ എന്നോട് ലൈബ്രറിയിലോട്ട് വരാനോ പറഞ്ഞേ. അവൾ എന്തേ? ജെനി ഇതെന്താ ആൾക്കൂട്ട ലൈബ്രറിയിൽ? ഹലോ, ഇതെന്താ ഇവിടെ നിറച്ച സ്റ്റുഡൻസ്? ഓ അതോ, നമ്മുടെ ആ സീനിയർ ജസ്റ്റിൻ ചേട്ടനില്ലേ? ഏത്? ആ ജസ്റ്റിൻ എബ്രഹാം. അത് തന്നെ. ആ കെമിൻ്റെ ഒക്കെ ഒപ്പം നടക്കണേ. അത് തന്നെ. ആ ചേട്ടൻ ഒരു ചേച്ചീനെ പ്രപ്പോസ് ചെയ്യണം. പ്രപ്പോസോ? ഞങ്ങളത് കാണാൻ നിൽക്കണേ. ആരെ? അതറിയില്ല. ജസ്റ്റിൻ പ്രപ്പോസോ? എന്താ കർത്താവ് പറയണവര്? കർത്താവ് ഇത് ശരിയാവല്ലേ? മാറിക്കേ. എനിക്കറിയാം ഇത് എപ്പോഴാണ് തുടങ്ങിയെന്ന്. ബട്ട് ജെനി, ഐ ലവ് യു. ജെനി, ജെനി ഇവിടെ എന്താ സംഭവിക്കണേ? അതിനോ ജെനി നോയെ പറയുള്ളൂ. എനിക്കറിയാം. ജെനി പ്ലീസ് എന്നോ. ജെനി അതിനോ. ജെനി പ്ലീസ് എന്നോ. ജെനി പ്ലീസ് എന്നോ. ജെനി നോ പറ. ജസ്റ്റിനത് യെസ്. നിനക്ക് എന്നെ പറ്റി അറിയാവുന്നല്ലേ? നിനക്ക് എന്നോട് എങ്ങനെ ജെനി? നിനക്ക് ആവേശിച്ചറിഞ്ഞ് എന്നോട് നിനക്ക് പറയാൻ പാടില്ലായിരുന്നോ? ജെനി, എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം. എനിക്ക് നിന്നോട് സംസാരിക്കാനില്ല ഇന. ജസ്റ്റ് ലീവ് മീ. ജെനി, എനിക്ക് അത്യാവശ്യമായിട്ട് സംസാരിക്കാം. ഐ സെഡ് ലീവ് മീ ഇന. നിനക്ക് ഇനി എന്നോട് പറയണ്ടേ? ജസ്റ്റിനെ വിട്ടു തരാനാണോ? നോ നെവർ. ഇത്രയും വലിയ പണച്ചാക്ക് എൻ്റെ തലയിൽ വന്ന് വീണാൽ ഞാൻ വെറുതെ വിടുമെന്ന് വിചാരിച്ചു? കാര്യം നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടൊക്കെ ആയിരുന്നു. ബട്ട് ഇനി മുതൽ നമ്മൾ തമ്മിലൊരു ബന്ധമില്ല. ജെനി, നീ എന്ത് പറയണേ? ഞാൻ പറയണത് എന്താണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ബട്ട് ജെനി, ശരിയാ, അവൾ പറഞ്ഞതാ ശരി. ഞാൻ ആരാ? ഒരു പൊട്ടിപ്പെണ്ണ്. ആർക്കോ വേണ്ടി കത്തെഴുതി ആർക്കോ വേണ്ടി ജീവിക്കും. അവൾ ഹാപ്പിയാണെങ്കിൽ, ഇച്ചാൻ ഹാപ്പിയാണെങ്കിൽ എനിക്കെന്താ? ഇച്ചാൻ അവളിപ്പോൾ നല്ല ഹാപ്പിയാണ്. അതിനോ അവള് എന്നാലും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലായിരുന്നു അവള്. ഞാൻ ഇങ്ങനെ ചെയ്യണ്ട ഭർത്താവ്. എനിക്കറിയാൻ പാടില്ല നീ. ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ആയി. ജസ്റ്റിനെ നമുക്കൊന്ന് പുറത്തു പോയാലോ? നമുക്ക് കെവിനെയും ജിമിനെയും കൂട്ടാം. നീ ഇനെ വിളിച്ചോ? ഇവന് എന്ത് പറഞ്ഞാലും ഈന. ഇവൾക്കൊട്ട് പണി കൊടുത്തില്ലെങ്കിൽ ശരിയാവില്ല. ഡി എന്താ ജെനി? ഓ തമ്പുരാട്ടി, ചാട്ടി ലഞ്ച് കഴിക്കുവാണോ? നിനക്ക് അവനൊരിക്കലും കിട്ടില്ലടി.
അതെ, ഞാൻ നിന്നോട് പ്രശ്നം ഉണ്ടാക്കാൻ വന്നില്ലല്ലോ. പ്രശ്നം ഉണ്ടാക്കാൻ വന്നില്ല, പക്ഷെ ഞാൻ പ്രശ്നം ഉണ്ടാക്കും. നിനക്ക് എന്താ ജെനി? നിനക്കെന്താ പ്രാന്താണ് ജെനി? നീ ഗ്ലാസ് തന്നെ പൊട്ടിച്ചേ. ജെനി നീ ചോര. ജെനി ആ എന്റെ കൈ. ജെനി നീ എന്തി കാണിക്കണം? ഇവളിപ്പം ഞാൻ ടൈം സ്പെൻഡ് ചെയ്യലാന്നും പറഞ്ഞത് അവൾ ആ ഗ്ലാസ് പൊടിച്ചെൻ്റെ കൈ കെട്ടടിച്ച്. ഇന നീ ഇത്രക്ക് ചീപ്പായിരുന്നോ? ഞാൻ ജസ്റ്റ് ഷറപ്പിന ഒന്ന് മിണ്ടാതിരിക്കുന്ന. എന്തെങ്കിലും പറ്റിയോ? ബാ നമുക്ക് ക്ലിനിക്കിലോട്ട് പോവാം. ബാ. ഇന എന്താ സിന? എൻ്റെ കൈ കാണിച്ചേ. എൻ്റെ കൈക്ക് ഒരു കുഴപ്പമില്ല. മര്യാദയ്ക്ക് കാണിക്കാനാ പറഞ്ഞ. എൻ്റെ ദൈവമേ, ഇത്രയും മുറിഞ്ഞിട്ടുണ്ടോ? എന്നിട്ട് തന്നെ നീ ഇത് കാണിക്കാണ്ട് വെച്ചേ. അത് പിന്നെ ഇന ഞാൻ കുറച്ച് നാളെ ശ്രദ്ധിക്കണം. അവർ രണ്ടുപേരും സെറ്റായ പിന്നെ നിനക്ക് ഭയങ്കര ഡൗണാ. എന്താ പറ്റി? ഒന്നുമില്ല സീനിയർ. ഇന കള്ളം പറയാൻ നോക്കണ്ട. എവിടെയാ ഈ ബുക്ക്? ഇന അപ്പുറം ജസ്റ്റിൻ്റെ പേരൻസ് ഡിന്നറിന് വിളിച്ചിട്ടുണ്ട്. വാ നമുക്ക് പോവാം. ഞാനില്ല മമ്മി. എന്നാ നിനക്ക് വന്ന കുറച്ച് ഡേ ഞാൻ ശ്രദ്ധിക്കുന്നു. നിനക്ക് എന്താ പ്രശ്നം? ഒന്നുമില്ലെന്നല്ലേ പറഞ്ഞേ? ഒന്നുമില്ല മമ്മി. ഇനി ആ കാര്യം കറക്റ്റായിട്ട് പറ. ഒന്നുമില്ലാന്ന്. നീ അത് വീട്. കുഞ്ഞു പോയി കിടന്നോട്ടെ. അവിടെ വരുന്നു, അവള് വന്നോളൂ. ആ എല്ലാത്തിനും കാരണം നിങ്ങളവിടെ തലക്കിട്ട് വെച്ചേക്കുമല്ലേ? നിനക്ക് എന്തെങ്കിലും അറിയണം? ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ട്. എന്നിട്ട് എനിക്കിത് മറന്നേ പറ്റൂ. ഇനിത് എൻ്റെ മനസ്സിലിട്ടുകൊണ്ട് കിടന്ന അതൊരു കല്ലായി മാറും. ഞാൻ എങ്ങനെ നിന്നെ മറക്കണം?
ഓ എല്ലാവരും ഉണ്ടല്ലോ. ബാ ബാ ഇരിക്ക്, ബാ ഫുഡ് കഴിക്കാം. മമ്മി ഞാൻ വീട്ടിലോട്ട് പോവാം. ഇനോ നിന്റെ പ്രശ്നം എന്താ? എനിക്കൊരു പ്രശ്നമില്ല. എൻ്റെ റൂമിൽ നിന്ന് മര്യാദയ്ക്ക് ഇറങ്ങിപ്പോക്കോ. നീ കാര്യം പറയണേ, ഞാൻ പോണ പ്രശ്നമില്ല. എന്താ കർട്ടൻ്റെ ബാക്കിൽ? അവിടെ ഒന്നുമില്ല. നീ പോവാൻ നോക്ക് സീനിയർ പ്ലീസ്. ഇല്ല ഇന, ഞാൻ പോവില്ല. എനിക്ക് സത്യം കണ്ടുപിടിച്ചേ പറ്റൂ. അത് പിന്നെ സീനിയറിനോ ആ കത്ത് ചെയ്തത് നീയായിരുന്നു? ആ ലെറ്റേഴ്സ് എല്ലാം നിൻ്റെ ആയിരുന്നോ? ഇനി എനിക്ക് മറുപടി കേൾക്കണം. ആ ലെറ്റേഴ്സ് നിൻ്റെ ആയിരുന്നോ? അത് പിന്നെ ഇന ജസ്റ്റ് അത് എൻ്റെ ആയിരുന്നു. പിന്നെ നീ എന്തിനത് ജനിക്ക് കൊടുത്തേ? അത് ഞാൻ കൊടുത്തതല്ല. അത് പിന്നെ വേണ്ട, എനിക്കെല്ലാം മനസ്സിലായി. ഞാൻ അവനോട് പറയാൻ പോവാം. സീനിയർ പ്ലീസ് പറയരുത് പ്ലീസ്. ബട്ട് വൈ ഇന? എന്ത് നീ സാക്രിഫൈസ് ചെയ്യണം? അത് ഹി ഈസ് ഹാപ്പി വിത്ത് ഹർ. എനിക്കത് മതി. കോപ്പ് പുല്ല് നിന്റെ ഹാപ്പി. നിനക്കറിയോ, ഞങ്ങൾ നേരത്തെ കണ്ടുകൊണ്ടിരുന്ന ജസ്റ്റിനല്ല ഇപ്പോൾ ഉള്ളത്. അവളവനെ മൊത്തത്തിൽ മാറ്റിയെടുത്തേക്കുക. സീനിയർ പ്ലീസ് പ്രോമിസ് മീ. ഇതവരോട് പറയരുത് പ്ലീസ്. ഞാൻ കാല് പിടിക്കാം. ഇനെ എന്തി കാണിക്കണേ? ഓക്കെ, ഞാൻ പറയില്ല. പക്ഷെ എന്തെങ്കിലും ഈ ഒരു സത്യം ആരെങ്കിലും അറിയാണ്ടിരിക്കില്ല. യു വിൽ റിഗ്രറ്റ് ദിസ് ഫോർ അവർ. ഓ ഇന മാഡം ഇവിടെ ചുമ്മാ ഇരിക്കുവാണോ? ജെന്നി പ്ലീസ്, ഞാൻ എന്നോടൊരു പ്രശ്നത്തിന് വന്നില്ലല്ലോ. അതങ്ങനെ ശരിയാവും? നിനക്കറിയോ, ജസ്റ്റിൻ എൻ്റെ ഒപ്പാണെങ്കിലും നിന്റെ നോട്ടമുണ്ട്. അതെനിക്ക് തീരെ ഇഷ്ടമല്ല. ജെന്നി പ്ലീസ് ലീവ് മീ. നിനക്കിനി എന്താ വേണ്ടേ? എനിക്കാ? അത് ഞാൻ പറഞ്ഞുതരാം. ജെന്നി എന്നെ നീ തല്ലി. ജസ്റ്റിൻ അവളെന്നെ തല്ലി. സീനിയർ ഇല്ല, ഇവിടെ ചുമ്മാ പറയണേ. ഞാനങ്ങനെ ഇന മേലാൽ നിന്നെ എൻ്റെ കൺമുൻപിൽ കണ്ടുപോകരുത്. ഐ ഹേറ്റ് യു. I hate you so much. ജസ്റ്റിൻ, എന്നതാ ജിമിനെ? നീ ഇതിനെല്ലാം റിഗ്രറ്റ് ചെയ്യും. ഒരിക്കലുമില്ല. ഇവൾക്ക് ഇത്രയ്ക്കും അഹങ്കാരമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇവളെ ഇവളുടെ പാട്ടിന് വിട്ടേക്ക്. ഇനി ഇവളുടെ അടുത്തോട്ട് ഞാനും വരില്ല, ജെനിയും വരില്ല. ആടി ജസ്റ്റിനെ, ഒരു നാൾ നീ ഇതിനെല്ലാം ഖേദിക്കും. അത് ഞാൻ സഹിച്ചോളാം. അല്ലെങ്കിൽ നീ എന്തിനാ ഇവൾക്ക് വക്കായിട്ട് പിടിക്കണേ? ഇല്ലയോ? അതെടാ, ഞാൻ പോവാ. ഇനി എന്നിട്ട് സത്യം തുറന്നു പറയട്ടെ ഞാൻ. വേണ്ട സീനിയർ, അല്ലെങ്കിലും എനിക്കിതൊക്കെ വേണം. കിച്ചൂട്ടാ, അപ്പുറം പോയി അവിടെ നമ്മുടെ ഒരു പാത്രമുണ്ട്, അതൊന്ന് മേടിച്ചിട്ട് വരുമോ? അമ്മയ്ക്ക് പോയെന്താ? അമ്മേ, നീ ഒന്ന് പോയിട്ട് വാടാ. ആരും ജസ്റ്റിനോ? വാ മോനെ കയറ്. എന്താ ഈ വഴിക്കൊക്കെ? അതോ ആൻറ്റി, മമ്മി പറഞ്ഞു ഇവിടെ ഒരു പാത്രം. ആ പാത്രം. ഓ, എന്നാ ഇന ചോക്ലേറ്റ് എടുത്തുകൊണ്ടുവന്ന പാത്രമായിരിക്കും. അത് അവളുടെ മുറിയിലുണ്ടാവും. മോൻ കയറി എടുത്തോളൂ. ഞാൻ പോയി നോക്കിക്കോളാം. ഇവിടെ ആരും ഇല്ലേ? അവൾ കുളിക്കണം.
ഇതെന്താ ഈ വാള് മറിച്ചിട്ടേക്കണേ? ഇതെന്താ ഈ വാളിൽ കറക്റ്റ് എനിക്ക് മനസ്സിൽ അപ്പൊ ഇന ലെറ്റർ അപ്പൊ ഞാൻ എന്താ ചെയ്ത ദൈവമേ? എനിക്ക് കിച്ചുവേട്ടാ, ഇന ആ ലെറ്റർ നീ ഞാനൊന്നുമില്ല. മര്യാദയ്ക്ക് എന്നെ മുറിന്ന് പോകാൻ നോക്ക്. എനിക്ക് ആൻസർ വേണം. നീയാണോ ആ ലെറ്റർ എഴുതിയത്? ഞാനല്ല, അത് ജെനി എഴുതിയതാ. മുഖത്ത് നോക്കി കള്ളം പറയണ ഇന. I hate you. എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഇതെൻ്റെ കിച്ചുവേട്ടനല്ല, കിച്ചുവല്ല, എൻ്റെ കിച്ചുവല്ല. ചെറുപ്പത്തിൽ ഞാൻ കണ്ട കിച്ചുവല്ല ഇത്. നിങ്ങൾ ഒരുപാട് മാറി. എന്നെ നിങ്ങളത് തല്ലിയില്ലേ? എനിക്കുണ്ട് വേദന, സങ്കടമൊക്കെ. എന്നെ അങ്ങനെ വിളിക്കരുത്. എനിക്ക് ഐ ഹേറ്റ്. മര്യാദയ്ക്ക് മുന്നിറങ്ങി പോവാനാ ഞാൻ പറഞ്ഞേ. എന്താണ് ജസ്റ്റിന്? ജിമ്മിന് ഞാൻ തോറ്റുപോയടാ. നീ അറിഞ്ഞോടെ ശരി. അവളെന്നെ ചതിക്കുമായിരുന്നു. ഞാൻ അന്ന് നിന്നോട് പറയാൻ വന്നപ്പോൾ നീ കേട്ടില്ല. നീ അനുഭവിക്കൂ. എനിക്കിനി ഒന്നും പറയാനില്ല ജസ്റ്റിന്. ജിമ്മിനെ ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ട? എനിക്ക് ഇനെ വേണടാ. എനിക്കിനി വേണം. അതിനി അവൾ സമ്മതിക്കില്ലാടാ. അപ്പം അവ അത്രയ്ക്ക് സഹിച്ചിട്ടുണ്ട് നിനക്ക് വേണ്ടി. എടാ, എനിക്ക് അവള് കണ്ട് പറ്റില്ലടാ. ഐ ആം സോറിടാ. എന്നതാണ് കിച്ചു? എന്നതാണോ നീ കരയണ? ഒന്നുമില്ല. എനിക്ക് മമ്മി, എനിക്ക് ഇനി തന്നെ വേണം. എനിക്ക് ഇനിയില്ലാണ്ട് പറ്റില്ല മമ്മി. നീ എന്താടാ പറയണ ജസ്റ്റിനെ? അതെ മമ്മി, ഐ ലവ് ഹർ. ഐ ഓൺലി ലവ് ഹർ. എനിക്ക് അവളില്ലാണ്ട് പറ്റില്ല. ഹലോ മിസ്റ്റർ ജസ്റ്റിൻ, ഞാനില്ലാണ്ട് പറ്റില്ല. എന്നാ എന്നെ കെട്ടിക്കോ. അതാവുമ്പോ ഒരുമിച്ച് നിൽക്കാം. എപ്പോഴും ഒപ്പം ഉണ്ടാവില്ല. അപ്പൊ ഹാപ്പി ആവില്ലേ? എന്താണോ നോക്കണേ? ഞെട്ടിപ്പോയോ? മമ്മി ഇതെങ്ങനെ? അവൾ എൻ്റെ മോളാടാ. നിന്നേക്കാൾ കൂടുതൽ എനിക്കറിയാം. അവളെല്ലാം എന്നോട് വന്ന് പറഞ്ഞടാ. അപ്പം ഞാൻ അപ്പോഴേ ഓർത്ത് അതിനൊരു പണിയുടെ ആവശ്യമുണ്ടെന്ന്. ഇപ്പൊ കറക്റ്റായി. മക്കള് സംസാരിച്ച് ചേർക്ക്. മമ്മി അപ്പുറ പോയിട്ട് വരാം. സോറി ഇങ്ങനെ ജനിക്കൊണ്ട് കൊടുക്കുക. സോറിടി. ആരിത്? ഇത്ര നാള് എന്റെ ദേഷ്യപ്പെട്ടിട്ട് ഇപ്പൊ ചോറിടി. ക്ഷമിക്കടി. ആലോചിക്കട്ടെ.
ചോദിക്കാനൊന്നുമില്ല. വിടും, ജസ്റ്റിനെ വിടും, ആരെ വീട്? ജസ്റ്റിനെ വിട്.